ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് അസിമെട്രിക് സിന്തസിസിന്റെ വേരിയസ് ക്ലാസിഫിക്കേഷൻസ് കണ്ടിരുന്നു. നമ്മൾ സബ്സ്ട്രേറ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ്, കൈറാൽ ഓക്സിലറി കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ്, കൈറാൽ റിയേജന്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് തുടങ്ങിയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ കൈറാൽ കാറ്റലിസ്റ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസും അതുപോലെ തന്നെ അസിമെട്രിക് ആൽഡോൾ റിയാക്ഷനും കൂടിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്ന് നമ്മൾ ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കൈറൽ കാറ്റലിസ്റ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ്. അപ്പൊ നമ്മൾ പറഞ്ഞു അസിമെട്രിക് സിന്തസിസ് ക്യാരി ഔട്ട് ചെയ്യാൻ ഒരു കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ നമ്മൾ സബ്സ്ട്രേറ്റിൽ തന്നെ കൈറാലിറ്റി ഉള്ള ഒരു കേസ് കണ്ടു. അതുപോലെ തന്നെ നമ്മളൊരു കൈറാൽ ഓക്സിലറിന്റെ സഹായത്തോടു കൂടി ആ കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് കണ്ടു. അതുപോലെ തന്നെ നമ്മൾ റിയേജന്റ്, നമ്മൾ സപ്ലൈ ചെയ്യുന്ന റിയേജന്റ് കൈറാൽ ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു കേസ് കണ്ടു. ഇപ്പൊ നമ്മൾ നോക്കുന്നത് കൈറാൽ കാറ്റലിസ്റ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് ആണ്. Even though the chiral reagents are versatile, it lacks generality and much expensive because stoichiometric amount must be required. Chiral catalysts are ideal for asymmetric synthesis since only catalytic amount is required. However, only few are available. They often involve organometallic chiral molecule as catalyst. അതിൽ ഫസ്റ്റ് എക്സാമ്പിൾ ആണ് ഷാർപ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ. സോ ഇവിടെ നമ്മൾ ആൽക്കീനിനെ കറസ്പോണ്ടിങ് എപ്പോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. അപ്പൊ ഷാർപ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ നമ്മൾ കാറ്റലിസ്റ്റ് കൈറാലിറ്റി ഉള്ള ഒരു കാറ്റലിസ്റ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ കാറ്റലിസ്റ്റ് ആണ് ഇവിടെ കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. എനാൻഷോ സെലക്റ്റീവ് എപ്പോക്സിഡേഷൻ ഓഫ് അല്ലൈലിക് ആൽക്കഹോൾ. സോ നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? അല്ലൈലിക് ആൽക്കഹോൾ ആണ്. ഇതാണ് അല്ലൈലിക് ആയിട്ടുള്ള ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, സി ഡബിൾ ബോണ്ട് സി, ദെൻ അതിനോട് അറ്റാച്ച് ചെയ്ത കാർബണിൽ എന്താണ്? ഒരു OH ഗ്രൂപ്പ് വരിക. ദാറ്റ് ഈസ് അല്ലൈലിക് കാർബണിൽ ആൽക്കഹോൾ വരിക. ദാറ്റ് ഈസ് അല്ലൈലിക് ആൽക്കഹോൾ ആണ് നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ ടെർട്ടിബ്യൂട്ടൈൽ ഹൈഡ്രോ പെറോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ പറഞ്ഞു എപ്പോക്സൈഡ് ആണ് ചെയ്യുന്നത് എന്നുള്ളത്. എപ്പോക്സൈഡ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. സോ അതിനെ സഹായിക്കുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ടെർട്ടിബ്യൂട്ടൈൽ ഹൈഡ്രോ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ പ്രസൻസ് ഓഫ് ടൈറ്റാനിയം ടെട്രാ ഐസോപ്രോപ്പോക്സൈഡ് ആസ് കാറ്റലിസ്റ്റ് ആൻഡ് പ്ലസ് ഓർ മൈനസ് ഡൈഇഥൈൽ ടാർട്രേറ്റ് ആസ് എ കൈറാൽ ലിഗാൻഡ്. സോ ഇവിടെ നമ്മൾ കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പിനേഷൻ ആണ്, ഡൈഇഥൈൽ ടാർട്രേറ്റും. അപ്പൊ ഇവിടെ ഈ മെറ്റലിലേക്ക് എന്ത് ചെയ്യും? ഈ ലിഗാൻഡ്, ഈ കൈറാൽ ആയിട്ടുള്ള ലിഗാൻഡ് കോർഡിനേറ്റ് ചെയ്യും നമ്മുടെ കാറ്റലിറ്റിക് സൈക്കിളിൽ. ഓക്കെ, അങ്ങനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്? ഇത് ഓൾ ടുഗദർ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് ടൈറ്റാനിയം ടെട്രാ ഐസോപ്രോപ്പോക്സൈഡും അതുപോലെ തന്നെ ഒന്നല്ലെങ്കിൽ നമ്മൾ പ്ലസ് DET, ദാറ്റ് ഈസ് ഡൈഇഥൈൽ ടാർട്രേറ്റ്, അല്ലെങ്കിൽ മൈനസ് DET ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? യൂസ് ചെയ്യുന്നത്. സോ അതിനെയാണ് നമ്മൾ ഷാർപ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് അലൈലിക് ആൽക്കഹോൾ ആണ്. നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത് എപ്പോക്സൈഡ് ആയിരിക്കും. ആൻഡ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ടെർട്ടിബ്യൂട്ടൈൽ ഹൈഡ്രോ പെറോക്സൈഡ് എന്ന് പറയുന്നത്. ദെൻ കാറ്റലിസ്റ്റ് എന്ന ലിസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടൈറ്റാനിയം ടെട്രാ ഐസോപ്രോപ്പോക്സൈഡും അതുപോലെ തന്നെ ഡൈഇഥൈൽ ടാർട്രേറ്റും ആണ്. This is invented by Carl Barry Sharpless and won Nobel Prize in 2001. This is a stereoselective reaction, and here allylic alcohol is converted into epoxy alcohol. So catalyst used is titanium isopropoxide and chiral diethyl tartrate, and oxidizing agent is tertibutyl hydroperoxide. The reaction is enantioselective. Enantiomer formed depends on the stereochemistry of catalyst. അപ്പൊ ഇതാണ് നമ്മുടെ അലൈലിക് ആൽക്കഹോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എബവ് ദ ഫേസിലൂടെ അറ്റാക്ക് ചെയ്യാനും ബിലോ ദ ഫേസിലൂടെ അറ്റാക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മൈനസ് DET ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് SS ഡൈഇഥൈൽ ടാർട്രേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു എപ്പോക്സൈഡ് ആണ്, ദാറ്റ് ഈസ് എബവ് ദ പ്ലെയിനിലൂടെ അറ്റാക്ക് ചെയ്ത ഒരു എപ്പോക്സൈഡ് ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. ഓക്കെ, ദെൻ നമ്മൾ ടെർട്ടിബ്യൂട്ടൈൽ ഹൈഡ്രോ പെറോക്സൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടൈറ്റാനിയം ടെട്രാ ഐസോപ്രോപ്പോക്സൈഡും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലസ് DET ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാം ഇവിടെ എപ്പോക്സൈഡ് ബിലോ ദ പ്ലെയിനിലൂടെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് പ്രോഡക്റ്റിനെ എങ്ങനെയാണ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മളിവിടെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് എക്സാമ്പിൾസ് ആയിട്ട് കാണാം. അപ്പൊ ഇവിടെ ചിലതിൽ നമ്മൾ എബവ് ദ പ്ലെയിനിലാണ് എപ്പോക്സൈഡ് കൊടുത്തിട്ടുള്ളത്, ആൻഡ് ചില കേസിൽ നമ്മൾ ബിലോ ദ പ്ലെയിനിലാണ് എപ്പോക്സൈഡ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് എങ്ങനെയാണ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ OHന്റെ പൊസിഷൻ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ഡബിൾ ബോണ്ട്.
ഓക്കെ, അപ്പൊ നമ്മൾ ഡബിൾ ബോണ്ട് താഴെ ആയിട്ടാണ് ഇവിടെ OH വരുന്നത് അല്ലെ. അതായത് നമ്മുടെ OHന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഡൗൺ ആണ്, ഡൗണിൽ തന്നെ റൈറ്റ് ആണ് അല്ലെ. സോ ഡൗൺ റൈറ്റ് ആണ് നമ്മുടെ OHന്റെ പൊസിഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ +DET യൂസ് ചെയ്യുകയാണെങ്കിൽ ബോട്ടം അറ്റാക്ക് ആയിരിക്കും. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും +DET യൂസ് ചെയ്താൽ ബോട്ടം അറ്റാക്ക് ആണ്. അതുപോലെ തന്നെ നമ്മൾ -DET ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ്, ഫ്രണ്ട് അറ്റാക്ക് ആണ്. നമ്മൾ -DET യൂസ് ചെയ്തപ്പോൾ ഫ്രണ്ട് അറ്റാക്ക് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ OHന്റെ പൊസിഷൻ ടോപ്പ് റൈറ്റിലാണെങ്കിൽ ഫ്രണ്ടും ബോട്ടം റൈറ്റിലാണെങ്കിൽ ദാറ്റ് ഇസ് ഡൗൺ റൈറ്റിലാണെങ്കിൽ ബോട്ടവും ആണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ആൻഡ് ബാക്കിയെല്ലാം ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാവും വരിക എന്നുള്ളത് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ഇവിടെ ഫ്രണ്ട് അറ്റാക്ക് ആണെങ്കിൽ -DET ആകുമ്പോൾ ബോട്ടം അറ്റാക്ക് ആയിരിക്കും. ഇവിടെ ബോട്ടം അറ്റാക്ക് ആണെങ്കിൽ -DET ആകുമ്പോൾ ഫ്രണ്ട് അറ്റാക്ക് ആയിരിക്കും. ടോപ്പ് റൈറ്റിൽ ഫ്രണ്ട് ആണെങ്കിൽ ടോപ്പ് ലെഫ്റ്റിൽ ബോട്ടം ആയിരിക്കും. അതുപോലെ തന്നെ ഡൗൺ റൈറ്റിൽ ബോട്ടം ആണെങ്കിൽ ഡൗൺ ലെഫ്റ്റിൽ ഫ്രണ്ട് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ രണ്ട് എക്സാമ്പിൾ മാത്രം നോക്കി വെച്ചാൽ മതി. ദാറ്റ് ഈസ് ടോപ്പ് റൈറ്റിലാണെങ്കിൽ +DET ഫ്രണ്ട് അറ്റാക്കും ഡൗൺ റൈറ്റിലാണെങ്കിൽ +DET ബോട്ടം അറ്റാക്കും ആണ്. അത് വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് ഓർത്തെടുക്കാൻ പറ്റും. അപ്പൊ നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. അതായത് ഇതാണ് നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആൽക്കീൻ എന്ന് പറയുന്നത്. ആൻഡ് ആൽക്കീന് എബവ് ആയിട്ടാണ് OH ഉള്ളത്, എബവ് ലെഫ്റ്റ് ആണ്. ഓക്കെ, എബവ് ലെഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എബവ് റൈറ്റ് ആണെങ്കിൽ പ്ലസ് എന്തായിരിക്കും, എബവ് ദ പ്ലെയിനിലായിരിക്കും അറ്റാക്ക് ചെയ്യുക. പക്ഷെ ഇവിടെ എബവ് ലെഫ്റ്റ് ആണ്. സോ പ്ലസ് എന്ന് പറയുന്നത് ബിലോ ദ പ്ലെയിനിലായിരിക്കും അറ്റാക്ക് ചെയ്യുക. സോ പ്ലസ് നമുക്ക് ഡാഷിൽ കിട്ടി ആൻഡ് മൈനസ് നമുക്ക് വെഡ്ജിലും കിട്ടി. ഓക്കെ, ദെൻ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ ആൽക്കീൻ. ആൽക്കീന്റെ ടോപ്പിലാണ് OH, ടോപ്പ് റൈറ്റ് ആണ്. ടോപ്പ് റൈറ്റ് ആണെങ്കിൽ പ്ലസ് ബോട്ടം പ്ലസ് എന്ന് പറയുന്നത് എബവ് ദ പ്ലെയിനിലൂടെ ആയിരിക്കും അറ്റാക്ക് ചെയ്യുക. സോ പ്ലസ് എബവ് ദ പ്ലെയിനിലൂടെ അറ്റാക്ക് ചെയ്ത പ്രോഡക്റ്റ് കിട്ടി ആൻഡ് മൈനസ് എന്ന് പറയുന്നത് ബിലോ ദ പ്ലെയിനിലൂടെ അറ്റാക്ക് ചെയ്ത പ്രോഡക്റ്റ് കിട്ടി. ഓക്കെ, സോ നമ്മൾ ഈ ആൽക്കീനെ കറസ്പോണ്ടിങ് എപ്പോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് ശ്രദ്ധിക്കുക, നമ്മുടെ ആൽക്കഹോൾ എന്ന് പറയുന്നത് അലൈലിക് ആൽക്കഹോൾ ആയിരിക്കണം. ദെൻ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ആൽക്കീൻ. സോ ആൽക്കീന്റെ ടോപ്പ് പാർട്ട് ആണ് ഇത്, ഇതാണ് ബോട്ടം പാർട്ട്. സോ ബോട്ടം റൈറ്റ് ആണ്. ഓക്കെ, ബോട്ടം റൈറ്റ്. ആൻഡ് നമ്മുടെ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മൈനസ് ആണ്. ബോട്ടം റൈറ്റില് പ്ലസ് ആണ് ബിലോ ദ പ്ലെയിനിൽ വരിക, മൈനസ് എന്താണ് എബവ് ദ പ്ലെയിനിലാണ് വരിക. സോ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് വെഡ്ജിൽ എന്ത് കിട്ടി, പ്രോഡക്റ്റ് കിട്ടി. സോ നമുക്ക് ഇങ്ങനെ പ്രോഡക്റ്റ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി വേറൊരു എക്സാമ്പിൾ ജെറാനിയോള്. അപ്പൊ ഇവിടെ രണ്ട് ആൽക്കീൻ ഉണ്ട്, പക്ഷെ ഇതാണ് അലൈലിക് ആൽക്കഹോൾ എന്ന് പറയുന്ന പാർട്ട്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് +DET ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആയിരിക്കും കിട്ടുക നോക്കിക്കേ. ഇത് ആൽക്കീൻ ആണ്, ആൽക്കീന്റെ ബിലോ ആണ്, ദാറ്റ് ഈസ് ബോട്ടം റൈറ്റിലാണ്. ഓക്കെ, ബോട്ടം റൈറ്റിലാണ് നമ്മുടെ ആൽക്കഹോൾ ഉള്ളത്. സോ ബോട്ടം റൈറ്റിലാവുമ്പോൾ പ്ലസ് ആണെങ്കിൽ ബിലോ ദ പ്ലെയിൻ. സോ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും പ്ലസ് ആണെങ്കിൽ ബിലോ ദ പ്ലെയിനിലാണ് നമുക്ക് എപ്പോക്സൈഡ് ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ മൈനസ് ആണെങ്കിൽ എബവ് ദ പ്ലെയിനിലായിരിക്കും നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ഏതാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇനി ഷാർപ്പ്ലെസ് അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷൻ. സോ നമ്മൾ കൈറൽ കാറ്റലിസ്റ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസിൽ രണ്ടെണ്ണമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഫസ്റ്റ് വൺ ഷാർപ്പ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷൻ, അത് നമ്മൾ കണ്ടു. ഇനി ഷാർപ്പ്ലെസ് അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ കയ്യിൽ ഒരു ആൽക്കീൻ ഉണ്ടായിരിക്കും, ആ ആൽക്കീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, ഡൈഹൈഡ്രോക്സിലേഷൻ, അത് രണ്ട് OH ഗ്രൂപ്പ് ആഡ് ചെയ്യാണ്. അതാണ് ഷാർപ്പ്ലെസ് അസിമെട്രിക് ഹൈഡ്രോക്സിലേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത് ആൽക്കീൻ ആണ് ആൻഡ് ഓസ്മിയം ടെട്രോക്സൈഡ് ആണ് റിയേജന്റ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കൈറൽ എൻവയോൺമെന്റിന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് കൈറൽ ക്യൂനൈൻ ലിഗാൻഡ് ആണ്. ഓക്കെ, ആൻഡ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 1,2 ഡയോൾ ആണ്. ഓക്കെ, 1,2 ഡയോൾ ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുന്നത്. Enantioselectivity is achieved through the addition of enantiomerically enriched chiral ligands or their derivatives. ഇവിടെ നോക്കി നമുക്ക് കാണാം ആൽക്കീൻ ഉണ്ട്, അതിൽ ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ചിട്ട് എങ്ങനെയാണ് ഡയോൾ ഫോം ചെയ്യുന്നത് എന്നുള്ള മെക്കാനിസം ആണ് കാണിച്ചിട്ടുള്ളത്. ഇനി സ്റ്റീരിയോ സെലക്റ്റീവ് ആയിട്ട് അല്ലെങ്കിൽ എനാൻഷ്യോ സെലക്റ്റീവ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. സോ നമ്മൾ ഓസ്മിയം ടെട്രോക്സൈഡ് യൂസ് ചെയ്താൽ നമുക്ക് എബവ് ദ പ്ലെയിനിലൂടെയും OH വന്ന് അറ്റാക്ക് ചെയ്യാം, അതല്ലെങ്കിൽ ബിലോ ദ പ്ലെയിനിലും എന്ത് ചെയ്യാം, OH വന്ന് അറ്റാക്ക് ചെയ്യാം. അപ്പൊ ഏത് പ്രൊഡക്റ്റ് ആണ് എനാൻഷ്യോ സെലക്ടിവിറ്റി എങ്ങനെയാണ് അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് കാറ്റലിസ്റ്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ DHQ ആണ്, DHQ ട്വൈസ് PHAl ആൻഡ് DHQD ട്വൈസ് PHAl ആണ്. അപ്പൊ ഇതൊക്കെ എന്താണെന്നുള്ളതാണ്. DHQ എന്ന് പറയുന്നത് ഡൈഹൈഡ്രോ ക്യുനൈൻ ആണ്, DHQD എന്ന് പറയുന്നത്
ഡൈഹൈഡ്രോക്വിനിഡിൻ ആണ്. ദെൻ PHAl എന്ന് പറയുന്നത് താലസീൻ ആണ്. അപ്പൊ ഇതെല്ലാം ആൽക്കലോയിഡ്സ് ആണ്. ഡൈഹൈഡ്രോക്യുനൈനും ഡൈഹൈഡ്രോക്വിനിഡിനും എന്താണ്? ആൽക്കലോയിഡ്സ് ആണ്. അപ്പൊ ആൽക്കലോയിഡ്സ് ആക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ an aromatic group must be attached to the OH group. That is, ഈ OH ൽ ഒരു aromatic group അറ്റാച്ച് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ താലസീൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാണ് താലസീൻ ആൻഡ് ഈ O വഴി ഈ ആൽക്കലോയിഡിലെ O വഴി DHQയുടെയും DHQയും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും എന്താണ്? സെയിം മോളിക്യൂൾ തന്നെയാണ്, പക്ഷെ സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ്. ഒരെണ്ണം DHQ, ഒരെണ്ണം DHQD എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അത് യൂസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിലും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓസ്മിയം ടെട്രോക്സൈഡ് വെച്ചിട്ട് ചെയ്യാണ്. ഡൈഹൈഡ്രോക്വിനിഡിൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എബവ് ദ പ്ലെയിനിലൂടെയാണ് OH അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഈ RS എവേ ഫ്രം, ഇതിപ്പോൾ ആൽക്കീൻ ആയതുകൊണ്ട് നമ്മൾ പ്ലെയിനിൽ കാണിച്ചതാ. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എവേ ഫ്രം ദ ഒബ്സർവറും RL ടുവാർഡ്സ് ദി ഒബ്സർവറും അതുപോലെ തന്നെയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. RL ടുവാർഡ്സ് ദി ഒബ്സർവറും RS എവേ ഫ്രം ദ ഒബ്സർവറും ആൻഡ് OH എബവ് ദ പ്ലെയിനിലൂടെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, ദാറ്റ് ഈസ് നമ്മൾ പ്ലെയിനിന്റെ മേലോട്ട് കാണിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മൾ DHQ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ദാറ്റ് ഇസ് ഡൈഹൈഡ്രോക്യുനൈൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബിലോ ദ പ്ലെയിനിലാണ് അപ്പൊ അറ്റാക്ക് നടക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ചെയ്യുന്നത്. RS വെഡ്ജിൽ ആൻഡ് RL ഡാഷിൽ OH അപ്പൊ ബിലോ ദ പ്ലെയിനിലൂടെയാണ് അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് എഴുതാൻ പറ്റും. ഇപ്പൊ DHQD ആണെങ്കിൽ എബവ് ദ പ്ലെയിനിലും DHQ ആണെങ്കിൽ ബിലോ ദ പ്ലെയിനിലും ആവുന്ന ഓർത്തായിരുന്നാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ ആഡ്മിക്സ് ആൽഫ എന്ന് പറയുന്നത് മിക്സ്ചർ കണ്ടെയ്നിങ് DHQ ട്വൈസ്, ദാറ്റ് ഈസ് ഡൈഹൈഡ്രോക്വിനൈൻ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആഡ്മിക്സ് ആൽഫ എന്ന് പറയും. ആൻഡ് ആഡ്മിക്സ് ബീറ്റ എന്ന് പറയുന്നത് ഡൈഹൈഡ്രോക്വിനിഡിൻ വെച്ചിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആഡ്മിക്സ് ബീറ്റ ആണെങ്കിൽ എബവ് ദ പ്ലെയിനിലൂടെയാണ് അറ്റാക്ക് ചെയ്യുക. ഓക്കെ, ആഡ്മിക്സ് ബീറ്റ ആണെങ്കിൽ എബവ് ദ പ്ലെയിനിലും ആഡ്മിക്സ് ആൽഫ ആണെങ്കിൽ ബിലോ ദ പ്ലെയിനിലും ആയിരിക്കും അറ്റാക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ആഡ്മിക്സ് ബീറ്റ എബവ് ദ പ്ലെയിനിലൂടെയും ആഡ്മിക്സ് ആൽഫ ബിലോ ദ പ്ലെയിനിലൂടെയാണ്. അപ്പൊ ഇവിടെ രണ്ട് OH നമ്മൾ എബവ് ദ പ്ലെയിനിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ അതെങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ OH എബവ് ദ പ്ലെയിനിലൂടെ അറ്റാക്ക് ചെയ്യുന്നു. സോ RSനൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? എവേ ഫ്രം ദ ഒബ്സർവർ ആയിട്ട് കാണിക്കുക. ഓക്കെ, ദെൻ RLും RHും ടുവാർഡ്സ് ദി ഒബ്സർവർ ആയിട്ട് കാണിക്കുക. ഓക്കെ, ദെൻ ഇവിടെ പ്രൊഡക്റ്റ് എഴുതിയത് നമ്മൾ ബിലോ ദ പ്ലെയിനിൽ നിന്നാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ ശരിക്കും കാണിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മറിച്ചിടുക. അപ്പൊ നമ്മൾ ആൽക്കീൻ എങ്ങനെ വരും? ആൽക്കീൻ, ദെൻ RL ഇങ്ങോട്ട് വരും, RS ഇങ്ങോട്ട് വരും. ഓക്കെ, ദെൻ H അങ്ങോട്ട് പോവും, RM ഇങ്ങോട്ട് വരും. ഇനി എന്ത് ചെയ്താൽ മതി? OH മേലെന്ന് ആഡ് ചെയ്താൽ മതി. പ്രൊഡക്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് OH മേലെന്ന് ആഡ് ചെയ്താൽ മതി. നമ്മൾ നോക്കുമ്പോൾ RL എവേ ഫ്രം ദി ഒബ്സർവർ, H എവേ ഫ്രം ദി ഒബ്സർവർ, RSും RMും ടുവാർഡ്സ് ദി ഒബ്സർവർ ആൻഡ് OH എബവ് ദ പ്ലെയിൻ. ഇങ്ങനെയും നമുക്ക് പ്രൊഡക്റ്റ് എഴുതാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ എഴുതിയാലും മതി. സോ ഇങ്ങനെയാണ് നമ്മൾ ഷാർപ്പ്ലെസ് അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷനിൽ പ്രോഡക്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിലെങ്ങനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എഴുതുക? നമുക്കറിയാം ആഡ്മിക്സ് ബീറ്റ ആണെങ്കിൽ എബവ് ദ പ്ലെയിനിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കാണിക്കാം. ഓക്കെ, OH എബവ് ദ പ്ലെയിനിൽ. ഓക്കെ, അങ്ങനെ പ്രൊഡക്റ്റ് എഴുതാം. ആൻഡ് ആഡ്മിക്സ് ആൽഫ ആണെങ്കിൽ ബിലോ ദ പ്ലെയിനിലാണ് അറ്റാക്ക് ചെയ്യുക. അപ്പൊ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ OHനെ മാത്രം കാണിച്ചാൽ മതി, വെഡ്ജോ ഡാഷോ എന്നുള്ളത്. ഓക്കെ, ബിലോ ദ പ്ലെയിൻ ആയിട്ടും കാണിച്ചാൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ പ്രൊഡക്റ്റ് എഴുതാം, അല്ലെങ്കിൽ ഇങ്ങനെയും പ്രൊഡക്റ്റ് എഴുതാം. സോ ഇനി ഇവിടെ ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഈ ആൽക്കീനെ നമ്മൾ ഡൈഹൈഡ്രോക്സിലേഷൻ ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക? ആഡ്മിക്സ് ബീറ്റ ആണിത്. ഓക്കെ, DHQD എന്ന് പറയുന്നത് ആഡ്മിക്സ് ബീറ്റ ആണ്. അപ്പൊ എബവ് ദ പ്ലെയിനിലാണ്. സോ നമ്മൾ എബവ് ദ പ്ലെയിനിൽ കാണിക്കുന്നു. ഓക്കെ, ആൻഡ് 78% യീൽഡ്, 92% എനാൻഷ്യോമറിക് എക്സസ് ഉണ്ട്. ആൻഡ് ഈ കേസിലാണെങ്കിലും നമുക്ക് ഇവിടെ എബവ് ദ പ്ലെയിനിലായിരിക്കും രണ്ട് OHും വരിക. ഓക്കെ, അപ്പോഴും എന്താണ്? 98% എനാൻഷ്യോമറിക് എക്സസ് ഉണ്ട്. സോ ഇതാണ് നമ്മുടെ രണ്ട് റിയാക്ഷൻ, ദാറ്റ് ഇസ് കാറ്റലിസ്റ്റ് കൺട്രോൾഡ് റിയാക്ഷൻ. ഫസ്റ്റ് വൺ ഷാർപ്പ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷനും, ദെൻ സെക്കൻഡ് വൺ ഷാർപ്പ്ലെസ് അസിമെട്രിക് ഡൈഹൈഡ്രോക്സിലേഷൻ. ഇനി നമ്മൾ അസിമെട്രിക് ആൽഡോൾ റിയാക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആൽഡോൾ റിയാക്ഷൻ അല്ലെങ്കിൽ ആൽഡോൾ കണ്ടൻസേഷൻ ഒക്കെ നമുക്ക് അറിയാവുന്ന ഒരു ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആണ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഇനോലൈറ്റ് ഉണ്ടാകും. ഓക്കെ, അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ? RC≡CH2R'. ഓക്കെ, ഇതിൽ നമുക്കറിയാം ആൽഫ കാർബൺ അസിഡിക് ആണ്, മീൻസ് ആൽഫ ഹൈഡ്രജൻ അസിഡിക് ആണ്. അപ്പൊ ബേസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ H+നെ റിമൂവ് ചെയ്യാം. ഇവിടെ ഒരു മൈനസ് ചാർജ് ഫോം ചെയ്യും. ഓക്കെ, ഈ മൈനസ് ചാർജ് റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ നമുക്കൊരു ആൽക്കീന് കിട്ടും. ഓക്കെ, അതായത് നമ്മളിങ്ങനെ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇനോലൈറ്റിന്. ഓക്കെ, ഇങ്ങനെ ഒരു ഇനോലൈറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, ആൻഡ് ദെൻ ഒരു ആൽഡിഹൈഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ആൽഡോൾ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ആൽഡോൾ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുക?
ഇവിടെ കാർബൺ എന്ന് പറയുന്നത് സോ ഇത് ഡെൽറ്റ പ്ലസ് ഡെൽറ്റ മൈനസ് ആണ്. സോ നമ്മുടെ ഈ മൈനസ് ചാർജ് ദാറ്റ് ഇനോലൈറ്റിലെ നെഗറ്റീവ് ചാർജ് ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, ഈ ഡബിൾ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇത് സി ഡബിൾ ബോണ്ട് ഓ, ഓക്കെ CH3, ദെൻ ഇത് നമ്മൾ പുതുതായിട്ട് ഫോം ചെയ്ത ബോണ്ടാണ്. ദെൻ ഇത് OH ആയിട്ട് കൺവേർട്ട് ചെയ്യും, ഇത് PH. അപ്പൊ നമ്മളിവിടെ നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 2 കൈറാൽ കാർബൺസ് ഉണ്ട്. ഓക്കെ, 2 കൈറാൽ കാർബൺസ് ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് 2n സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കൈറാൽ ആറ്റംസ് ആണ്. അപ്പൊ ഇവിടെ 2 കാർബൺ ആറ്റം കൈറാൽ ആണ്. സോ നമുക്ക് 2 ദാറ്റ് ഈസ് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. നമ്മൾ സിംപ്ലി ഒരു ആൽഡോൾ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. സോ നമുക്ക് എങ്ങനെയെങ്കിലും സ്റ്റീരിയോ സെലക്റ്റീവ് ആയിട്ട് ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. സോ നമ്മുടെ ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് അഡീഷൻ ഓഫ് എൻ ഇനോലൈറ്റ് ടു എൻ ഇലക്ട്രോഫൈൽ. ഓക്കെ, അഡീഷൻ ഓഫ് എൻ ഇനോലൈറ്റ് ടു എൻ ഇലക്ട്രോഫൈൽ where the electrophile is an aldehyde or ketone. ഇലക്ട്രോഫൈൽ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ആൽഡിഹൈഡോ കീറ്റോണോ ആണ്. സോ ഇനോലൈറ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ആൽഡിഹൈഡ് ഓർ കീറ്റോണിലേക്ക് ആഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംപ്ലി ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു 4 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓക്സിലറി കൺട്രോൾഡ് ആൽഡോൾ റിയാക്ഷൻ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവാൻസ് ഓക്സിലറി ആണ് ആൽഡോൾ റിയാക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇവാൻസ് ഓക്സിലറി എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഇവാൻസ് ഓക്സിസോൾഡിനോൺ കണ്ടിരുന്നു, അതുപോലത്തെ ഒരു ഓക്സിലറി ആണ് ഇവാൻസ് ഓക്സിലറി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതാണ് ഇനോലൈറ്റ് ജനറേറ്റ് ചെയ്യുക. നമ്മൾ ഇനോലൈറ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ബേസ് യൂസ് ചെയ്യുന്നുണ്ട്, ET3 ത്രൈസ് N, ദാറ്റ് ഈസ് ഒരു ബേസ് ആണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, നെഗറ്റീവ് ചാർജ് ജനറേറ്റ് ചെയ്യും, ദെൻ അതങ്ങനെ റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ ഇവിടെ ഫോം ചെയ്ത ഈ ഇനോലൈറ്റ് എന്ന് പറയുന്നത് ഒരു കൈറാൽ ഇനോലൈറ്റാ. ഓക്കെ, ഇവിടെ ഫോം ചെയ്ത ഇത് ഇനോലൈറ്റ് കൈറാൽ ഇനോലൈറ്റ് ആണ്. കൈറാൽ ഇനോലൈറ്റ് മാത്രമല്ല Z ഇനോലൈറ്റ് ആണ് ഇവിടെ ഫോം ചെയ്യുന്നത്. Z ഇനോലൈറ്റ് ആണ്. നമുക്ക് Z ഇനോലൈറ്റും ഈ ഇനോലൈറ്റും പോസിബിൾ ആണ്, പക്ഷെ ഇവിടെ Z ഇനോലൈറ്റ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. കാരണം ഈ സൈഡിലുള്ള ഈ ഒരു ബൾക്കി ഗ്രൂപ്പിന്റെ ദാറ്റ് ഈസ് ഈ ഓക്സിലറിന്റെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം അവിടെ Z ഇനോലൈറ്റ് മാത്രമേ ഫോം ചെയ്യുള്ളൂ. അത് നമുക്ക് മെക്കാനിസം പറയുമ്പോൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഇനോലൈറ്റ് ഫോം ചെയ്യും. ഇനോലൈറ്റ് എന്ത് ചെയ്യും, അടുത്ത ആൽഡിഹൈഡിൽ പോയിട്ട് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആൽഡിഹൈഡിൽ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് കിട്ടും. ദെൻ ആ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, ദെൻ ഓക്സിലറിനെയും പ്രോഡക്റ്റിനെയും റിമൂവ് ചെയ്തിട്ട് നമുക്ക് സിംഗിൾ അനാൻഷോമർ മാത്രമായിട്ട് കിട്ടുക. നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് 4 പ്രൊഡക്ട്സ് പോസിബിൾ ആ, പക്ഷെ നമ്മൾ അതിൽ നിന്ന് എന്ത് ചെയ്തു, സിംഗിൾ അനാൻഷോമറിനെ മാത്രം ഐസൊലേറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണ്. സിംഗിൾ അനാൻഷോമറിനെ മാത്രം സിന്തസൈസ് ചെയ്യാണ്. അപ്പൊ അതെങ്ങനെയാന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇവാൻസ് ഓക്സിലറി ആണ്. അതുപോലെ തന്നെ ET3 ത്രൈസ് N, ബോറോൺ ട്രിപ്ലേറ്റ് ഫോം ദ സ്റ്റേബിൾ ബോറോൺ ഇനോലൈറ്റ് which give good selectivity than lithium inolite. The boron inolite has to be synthesized of auxiliary prevents the trans inolite formation. അപ്പോൾ നമ്മുടെ മെക്കാനിസം നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. ഇതാണ് ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത്. സോ നമ്മുടെ ബേസ് എന്ത് ചെയ്തു, ഹൈഡ്രജൻ അബ്സ്ട്രാക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉണ്ടായി. ഓക്കെ, ആ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്തു, റെസൊണൻസ് സ്റ്റെബിലൈസ്ഡ് ആണ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഇവിടെ എന്ത് ചെയ്യും, O- ഫോം ചെയ്യും. ഓക്കെ, ആൻഡ് ഈ O- ബോറോണിനെ അറ്റാക്ക് ചെയ്യാം, OTF ലീവ് ചെയ്യും. ഓക്കെ, അങ്ങനെ OTF ലീവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഓക്സിലറി എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ബോറോൺ ആണ്. ഓക്കെ, ബോറോൺ ആണ്. ദെൻ അതിൽ 2 BU ഗ്രൂപ്പ്. ദെൻ എന്ത് ചെയ്തു, ഈ ഓക്സിജനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അതെല്ലാം കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ദെൻ മിഥൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു Z ഇനോലൈറ്റ് ഫോർമേഷൻ ആണ്. എങ്ങനെയാണ് നമ്മൾ അത് Z ഇനോലൈറ്റ് ആണോ E ഇനോലൈറ്റ് ആണോ നോക്കുക, നമ്മള് OH അല്ലെങ്കിൽ ഈ ഓക്സിജൻ. ഓക്കെ, ഈ ഓക്സിജനും ദെൻ ഇവിടെ പ്രിഫറൻസ് കൂടിയിട്ടുള്ള ആൽക്കൈൽ, ഇവിടെ ഒരു ഹൈഡ്രജൻ ആണ് പിന്നുള്ളത്. ഓക്കെ, അപ്പൊ പ്രിഫറൻസ് കൂടുന്നത് ആർക്കായിരിക്കും, ആൽക്കൈലിനായിരിക്കും. അത് രണ്ടും എന്താണ്, സെയിം സൈഡിൽ വരികയാണെങ്കിലാണ് നമ്മൾ Z ഇനോലൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ട്രാൻസ് ആയിട്ട് ഇത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ, CH3 ഗ്രൂപ്പ് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മൾ അതിനെ E ഇനോലൈറ്റ് എന്ന് പറയും. ഓക്കെ, E ഇനോലൈറ്റ് എന്ന് പറയും. ഇവിടെ E ഇനോലൈറ്റ് ഫോർമേഷൻ എന്ത് ചെയ്യുന്നില്ല, ഫേവറബിൾ അല്ല. കാരണം ഈ ഓക്സിലറിന്റെ സൈഡിലേക്കാണ് അപ്പൊ ആൽക്കൈൽ ഗ്രൂപ്പ് വരിക. ഓക്കെ, അപ്പൊ അത് ബൾക്കി ഗ്രൂപ്പാണ് ഓക്സിലറി. സോ E ഇനോലൈറ്റ് ഇവിടെ ഫോം ചെയ്യില്ല. ഇവിടെ എക്സ്ക്ലൂസീവ് ആയിട്ട് Z ഇനോലൈറ്റ് മാത്രമാണ് ഫോം ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് Z ഇനോലൈറ്റ് ഫോം ചെയ്തു. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ആൽഡിഹൈഡുമായിട്ട് റിയാക്ട് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഈ ഓക്സിജനിലെ ലോൺ പെയറും കൂടെ ബോറോണിലേക്ക് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം ബോറോൺ എന്ന് പറയുന്നത് ഒരു ബോറോണിന്റെ ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് 3 കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഓക്സിജൻ കോർഡിനേറ്റ് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സൈക്ലിക് സ്ട്രക്ചർ ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇതൊരു ഈ മോളിക്യൂൾ ലോക്ക്ഡ് ആണ്. പക്ഷെ നമ്മുടെ ആൽഡിഹൈഡ് വരുന്ന സമയത്ത്
എന്ത് ചെയ്യും, ഈ ബോറോണ് ഈ ആൽഡിഹൈഡിനെ നമ്മുടെ റിയാക്ഷനിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഓക്സിജനിൽ നിന്ന് മാറി എന്ത് ചെയ്യാണ്, ആൽഡിഹൈഡിലേക്ക് കോർഡിനേറ്റ് ചെയ്യാണ്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് നമ്മുടെ ഓക്സിലറി എന്ന് പറയുന്നത്. ആൻഡ് ഈ നൈട്രജൻ അറ്റാച്ച് ചെയ്തിട്ടുള്ള ആൽക്കീനിലേക്ക് കണ്ടോ, ഇതാണ് ആൽക്കീൻ. ദെൻ ഇവിടെ CH3 ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ CH3 താഴോട്ടാ കാണിച്ചേ. ഓക്കെ, ഇങ്ങോട്ട് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ ഓക്സിലറിയും, ഇതാണ് നമ്മുടെ ഓക്സിലറിയും CH3യും കൂടെ സിസ് ആയിട്ട് വരും. ഓക്കെ, അത് ഫേവറബിൾ അല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ N-ഉം CH3യും മാക്സിമം ഡിസ്റ്റൻസിൽ വരുന്ന രീതിയിൽ നമ്മൾ കാണിച്ചു. ദെൻ ഇനി എന്താണ് ഇവിടെ ഉള്ളത്? ഓക്കെ, ദെൻ ഇനി ഈ സിയില് എന്തുണ്ട്, O ഉണ്ട്. അതാണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് O. ആ ഓക്സിജൻ ബോറോണുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബോറോണിൽ 2 BO ഗ്രൂപ്പ്സ് ഉണ്ട്. ദെൻ നമ്മൾ ആൽഡിഹൈഡിലേക്ക് ഈ ബോറോൺ കോർഡിനേറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ആൽഡിഹൈഡിലേക്ക് കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ആൽഡിഹൈഡ് എന്ന് പറയുന്നത് ഓക്സിജനുമായിട്ട് ബോറോൺ കോർഡിനേറ്റ് ചെയ്തു. ഇനി നമ്മുടെ PH-ഉം H-ഉം നമുക്ക് രണ്ട് രീതിയിൽ ഓറിയന്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ PH-ഉം ഇവിടെ H-ഉം വരാം. പക്ഷെ അത് ഫേവറബിൾ അല്ല, കാരണം ഈ ഓക്സിലറിയുമായിട്ട് എന്ത് ചെയ്യും, സ്റ്റെറിക് റിപ്പൾഷൻ ഉണ്ടാവും. 2 ആക്സിയൽ ഗ്രൂപ്പ്സും തമ്മിൽ ഡയാക്സിയൽ ഇന്ററാക്ഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് PH ഇങ്ങനെയായിരിക്കും ഓറിയന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, വർക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഗ്രൂപ്പ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് ഓക്സിലറി പ്ലസ് നമുക്കൊരു പ്രോഡക്റ്റ് കിട്ടും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, സ്യൂട്ടബിൾ വർക്കപ്പും കൂടെ ചെയ്തിട്ട് ഓക്സിലറിനെയും കൂടെ റിമൂവ് ചെയ്യാണ് ചെയ്യാറ്. ഓക്കെ, സോ അതാണ് അസിമെട്രിക് ആൽഡോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ആൽഡോൾ റിയാക്ഷൻ നടത്തിയാൽ നമുക്ക് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. സോ അതിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഓക്സിലറി കൺട്രോൾഡ് ആൽഡോൾ റിയാക്ഷൻ യൂസ് ചെയ്യാണ്. അപ്പൊ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഓക്സിലറി എന്ന് പറയുന്നത് ഇവാൻസ് ഓക്സിലറി ആണ്. നോക്കുമ്പോൾ സിമ്മർമാൻ ആൻഡ് ട്രാക്സ്ലർ മോഡൽ സിമ്മർമാൻ ആൻഡ് ട്രാക്സ്ലർ മോഡൽ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അപ്പോൾ Zimmermann and Traxler proposed that the aldol reaction with the metal enolite proceed via a chair-like pericyclic process. In practice, the stereochemistry can be highly metal dependent. Only a few metals such as boron reliably follow the indicated pathway. Z and E enolite affordsine and anti-aldol attacks respectively by minimizing 1,3 diaxial interaction between R1 and R2 in each chair-like transition state. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ഇനോലൈറ്റ് ഫോർമേഷൻ കാണിക്കുകയാണ്. ദാറ്റ് ഈസ് ഒരു MX വെച്ചിട്ട് നമ്മൾ കാണിക്കുകയാണ്. അപ്പൊ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഫോം ചെയ്യും. ദെൻ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെസൊണൻസ് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതിങ്ങനെ ഫോം ചെയ്യും. ദെൻ ഈ മൈനസ് ചാർജിലേക്ക് മെറ്റൽ വരും. ഓക്കെ, M വരും. അപ്പൊ അങ്ങനെ നമുക്ക് Z ഇനോലൈറ്റും E ഇനോലൈറ്റും ഒബ്റ്റെയിൻ ചെയ്യാം. അപ്പൊ Z ഇനോലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ OH-ഉം അതുപോലെ തന്നെ ME-യും, ഓക്കെ, ഈ OM-ഉം അതുപോലെ തന്നെ ME-യും സെയിം സൈഡിലാണ്. ഇവിടെ OM-ഉം ME-യും ഓപ്പോസിറ്റ് സൈഡിലായതുകൊണ്ട് ഇതിനെ E ഇനോലൈറ്റ് എന്ന് പറയുന്നു. സോ Z ഇനോലൈറ്റ്, E ഇനോലൈറ്റ്. അപ്പൊ നമുക്ക് ഇവർ തരുന്ന പ്രോഡക്റ്റ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പൊ E ഇനോലൈറ്റ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ സൈക്ലിക് ആയിട്ടുള്ള ചെയർ ലൈക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് കാണിക്കുകയാണ്. എങ്ങനെയാ കാണിക്കുക, നമ്മുടെ R ഗ്രൂപ്പ് ഇതാണ്. ഓക്കെ, R ഗ്രൂപ്പും അതുപോലെ തന്നെ ME-യും. ഓക്കെ, ഇവിടെ E ഇനോലൈറ്റ് ആണ് നമ്മൾ കാണിക്കുന്നത്. സോ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ആറും ME-യും സിസ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. സോ നമ്മൾ അതുപോലെ കാണിക്കാണ്, ആറും ME-യും സിസ് ആയിട്ട്. ഓക്കെ, ഡബിൾ ബോണ്ട് ഉണ്ട്, ആറും ME-യും സിസ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, ആറും ME-യും സിസ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇനി എന്താണ്, ആറും ME-യും നമ്മൾ സിസ് ആയിട്ട് കാണിച്ചു. ഇനി അവിടെ ഉള്ളത് ഒരു OM ആണ്, OM. ഓക്കെ, OM. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആൽഡിഹൈഡ് ആഡ് ചെയ്യാണ്. അപ്പൊ ആൽഡിഹൈഡ് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് രീതിയിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇത് R-HO and R- ഈ സൈഡിൽ വന്നിട്ടുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഓക്കെ, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ഇവിടെ പുതിയൊരു ബോണ്ട് ഫോം ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദെൻ ഈ ഡബിൾ ബോണ്ടോ എന്ത് ചെയ്യും, മെറ്റലിലേക്ക് കോർഡിനേറ്റ് ചെയ്യും. ഓക്കെ, അതായത് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യാൻ തുടങ്ങും. ദെൻ ഈ ബോണ്ട് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യും. അതായത് ഇത് C ഡബിൾ ബോണ്ടോ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം, ഇവിടെ ഡയാക്സിയൽ ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ്. ഓക്കെ, ഡയാക്സിയൽ ഇന്ററാക്ഷൻസ് പോസിബിൾ ആണ്. ആൻഡ് ഇത് അൺഫേവേർഡ് ആയിട്ടുള്ള ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ്. ഇതാണ് ഫേവേർഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഇനലൈറ്റ് വെച്ചിട്ട് നമുക്ക് 2 ട്രാൻസിഷൻ സ്റ്റേറ്റ്സ് പോസിബിൾ ആണ്. ആൻഡ് ഇത് എന്ന് പറഞ്ഞാൽ ആന്റി പ്രൊഡക്റ്റ് ആയിരിക്കും നമുക്ക് തരിക. ആൻഡ് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റിലെ റിയാക്ഷൻ നടന്നാൽ നമുക്ക് സിൻ പ്രോഡക്റ്റ് ആയിരിക്കും തരിക. സോ ഈ ഇനലൈറ്റ് ആന്റി പ്രൊഡക്റ്റ് ആണ് വരുന്നത്. ഓക്കെ, അതായത് ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ഫേവേർഡ്. സോ ആന്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ നമ്മളിവിടെ ആന്റി പ്രൊഡക്റ്റ് കാണിച്ചു. ഓക്കെ, ME-യും OH-ഉം ആന്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ കാണിച്ചു.
സെഡ് ഇനോലൈറ്റ് വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, സെഡ് ഇനോലൈറ്റ് ചെയ്യുമ്പോൾ ആറും എമ്മിയും എന്തായിരിക്കും? ആന്റി ആയിരിക്കും. ആറും എമ്മിയും ആന്റി ആയിരിക്കും. ആൻഡ് നേരത്തെ കാണിച്ച പോലെ നമുക്ക് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ഓക്കെ, ആർ ഡാഷ് ഈ സൈഡിൽ വരുന്നതും എച്ച് ഈ സൈഡിൽ വരുന്നതായിട്ട് രണ്ട് പോസിബിലിറ്റീസ് ഉണ്ട്. ആൻഡ് ഇത് അൺഫേവേർഡ് ആണ്. അപ്പൊ ഇവിടെ ഇതിൽ റിയാക്ഷൻ നടന്നാൽ നമുക്ക് സിൻ പ്രോഡക്റ്റും ഈ ട്രാൻസിഷൻ സ്റ്റേറ്റ് റിയാക്ഷൻ കഴിഞ്ഞാൽ നമുക്ക് ആന്റി പ്രോഡക്റ്റും ആണ് കിട്ടുക. ഓക്കെ, ആന്റി പ്രോഡക്റ്റും ആണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമുക്ക് ഫേവേർഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിൻ ആണ്. അപ്പൊ നിങ്ങൾ ഓർത്തിരിക്കുക, ഇ ഇൻലൈറ്റ് ആന്റി പ്രൊഡക്റ്റും അതുപോലെ തന്നെ സെഡ് ഇൻലൈറ്റ് സിൻ പ്രോഡക്റ്റും ആണ് നമുക്ക് തരുന്നതെന്നുള്ളത്. സോ ഇതാണ് സിമർമാൻ ട്രാക്സ്ലർ മോഡൽ എന്ന് പറയുന്നത്. നമ്മൾ ആൽഡോൾ റിയാക്ഷൻ ഒരു സൈക്ലിക് ആയിട്ടുള്ള ചെയർലൈക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് വഴിയാണ് പ്രൊസീഡ് ചെയ്യുക. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഏതാണ് പ്രൊഡക്റ്റോടെ ഡയാക്സിൽ ഇന്ററാക്ഷൻസ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ് ഏതാണ് എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണെന്ന് വിശ്വസിക്കുകയാണ്. സോ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഡബിൾ ഡയാസ്റ്റീരിയോ സെലക്ഷൻ, മാച്ച്ഡ് ആൻഡ് മിസ്മാച്ച്ഡ് aldol reaction. The diastereo selectivity in the aldol reaction of a chiral enolite with chiral aldehyde depend on the absolute configuration of the two partners. അപ്പൊ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഇപ്പൊ ഇത്രയും നേരം നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊരു ഓക്സിലറി ഒക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കൈറാൽ എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇനോലൈറ്റ് ഉണ്ട് നമ്മുടെ കയ്യിൽ, അതുപോലെ തന്നെ ആൽഡിഹൈഡും ഉണ്ട്. ഇനോലൈറ്റും ഉണ്ട് ആൽഡിഹൈഡും ഉണ്ട്. രണ്ടും എന്താണ്? കൈറാലാണ്. ഓക്കെ, ഇതുവരെയുള്ള കണ്ടീഷനിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? രണ്ടും കൈറാലായിട്ടുള്ള ഇനോലൈറ്റും അതുപോലെ തന്നെ കൈറാലായിട്ടുള്ള ആൽഡിഹൈഡുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കറിയാം ഇവിടെ പുതുതായിട്ട് രണ്ട് കൈറാൽ കാർബൺസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൈറാലാണ് ആൻഡ് ഈ പാർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് കൈറാലാണ്. ആൻഡ് നമുക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഓക്കെ, ഈ പാർട്ടും കൈറാലാണ്. ആൻഡ് പുതുതായിട്ട് നമുക്ക് രണ്ട് കൈറാൽ സെന്റേഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ പുതുതായിട്ട് രണ്ട് കൈറാൽ സെന്റേഴ്സ് ഇവിടെ എക്സ്ട്രാ ഫോം ചെയ്യാണ്. ഓക്കെ, ആൻഡ് അതിന്റെ ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റി എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഓഫ് ടു പാർട്ട്നേഴ്സ്. നമ്മുടെ ഈ നമ്മൾ യൂസ് ചെയ്ത ഈ കൈറാൽ ഇനോലൈറ്റിന്റെയും കൈറാൽ ആൽഡിഹൈഡിന്റെയും അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. Where both aldehyde and enolite are chiral and enantiomer are said to proceed by double asymmetric induction or double diastereo selection, which can be either matched or mismatched. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് പാർട്ട്ണറും ദാറ്റ് ഇസ് രണ്ട് റിയേജന്റും കൈറാൽ ആവുമ്പം നമ്മൾ അവിടെ പറയും ആ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യുന്നത് ഡബിൾ അസിമെട്രിക് ഇൻഡക്ഷൻ വഴിയാണ്. അവിടെ അസിമെട്രി ഇൻഡ്യൂസ് ചെയ്യുന്നത് രണ്ട് പാർട്ട്ണറുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ അസിമെട്രിക് ഇൻഡക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡബിൾ ഡയാസ്റ്റീരിയോ സെലക്ഷൻ. ഓക്കെ, രണ്ടുപേരും അവിടെ ഡയാസ്റ്റീരിയോ സെലക്ഷനിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ആൻഡ് അത് മാച്ച്ഡ് ആവാം, മിസ്മാച്ച്ഡ് ആവാം. ദാറ്റ് ഈസ് രണ്ട് പാർട്ട്ണറും സെയിം പ്രോഡക്റ്റ് ഫേവർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഫേവർ ചെയ്യുന്ന കോൺഫിഗറേഷൻ ആയിരിക്കില്ല മറ്റു പാർട്ട്ണർ ഫേവർ ചെയ്യുന്നത്. സോ അതിനെ മിസ്മാച്ച്ഡ് എന്ന് പറയും. നമുക്ക് നോക്കാം എന്താണ് മാച്ച്ഡും മിസ്മാച്ച്ഡും. When the transition state for the interaction of diastereotopic phases of aldehyde and that of an enolite are sterically favored. അതായത് ഇപ്പൊ നമ്മൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് ഒക്കെ കണ്ടിരുന്നു അല്ലെ? നമ്മുടെ ഇനോലൈറ്റും ആൽഡിഹൈഡും റിയാക്ട് ചെയ്യുമ്പോൾ ട്രാൻസിഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടു. അപ്പൊ ആ ട്രാൻസിഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് സ്റ്റെറിക്കലി ഫേവേർഡ് ആണെങ്കിൽ അവിടെ ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റി എൻഹാൻസ്ഡ് ആണ്, രണ്ട് പാർട്ട്ണർ തമ്മിലുള്ള ഫേസസ് തമ്മിൽ മാച്ച് ഉണ്ട് എന്ന് നമ്മൾ പറയും. ഇനി അങ്ങനത്തെ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റിലെ ഇന്ററാക്ഷൻ സ്റ്റെറിക്കലി ഫേവറബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഡിഗ്രീസ് ഇൻ ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റി ആൻഡ് ദർ ഇസ് മിസ്മാച്ച് ഓഫ് ഫേസസ് ഓഫ് ടു പാർട്ട്നേഴ്സ് എന്ന് പറയും. If the reaction exhibit higher diastereo selectivity and the diastereofacial selectivities of aldehyde and enolite cooperate with each other, it is a matched aldol reaction. അതായത് ഒരു റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫോം ചെയ്യുക, അതായത് ഹയർ ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റിയോടെ എക്സിബിറ്റ് ചെയ്യുക. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ രണ്ട് ആൽഡിഹൈഡും അതുപോലെ തന്നെ ആ ഇനോലൈറ്റും കോപ്പറേറ്റ് വിത്ത് ഈച്ച് അതർ. ഓക്കെ, അവർ ആ സെലക്ടിവിറ്റിയിൽ പരസ്പരം കോപ്പറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ മാച്ച്ഡ് aldol റിയാക്ഷൻ ആണെന്ന് പറയും. അപ്പൊ നമ്മൾ പറയും നമ്മുടെ ഇനോലൈറ്റ് ആറാണ്, അതുപോലെ തന്നെ നമ്മുടെ ആൽഡിഹൈഡും ആറാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അവിടെ നടക്കുന്നത് മാച്ച്ഡ് aldol റിയാക്ഷൻ ആണെന്ന് പറയും. ഓർ എസ് ആണെങ്കിൽ ഇനോലൈറ്റും ആൽഡിഹൈഡും രണ്ടും എസ് ആണെങ്കിൽ നമ്മൾ അവിടെ മാച്ച്ഡ് aldol റിയാക്ഷൻ ആണ്. രണ്ടും ആറാണെങ്കിൽ നമ്മൾ മാച്ച്ഡ് aldol റിയാക്ഷൻ ആണെന്ന് പറയും. ഇനി ഇനോലൈറ്റ് ആറും ആൽഡിഹൈഡ് എസ് ആണെങ്കിൽ ഇനോലൈറ്റ് ആറും ആൽഡിഹൈഡ് എസ്, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇനോലൈറ്റ് എസും ആൽഡിഹൈഡ് ആറും ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ
നമ്മളവിടെ മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ ആണെന്നാണ് പറയാം. മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ എന്നാണ് പറയാം. അപ്പൊ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം മാച്ച്ഡ് മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ. മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷനുള്ള ഒരു എക്സാമ്പിൾ, അതായത് ഇവിടെ നമ്മളൊരു ആൽഡിഹൈഡ് എടുത്തു, അതിന്റെ കോൺഫിഗറേഷൻ എസ് ആണ്, ഇതൊരു കൈറാൽ ആൽഡിഹൈഡ് ആണ്, ദാറ്റ് ഈസ് ഈ കാർബണിൽ അറ്റാച്ച് ചെയ്ത 4 ഗ്രൂപ്പും ഡിഫറെന്റ് ആണ്. സോ നമ്മുടെ ഒരു കൈറാൽ ആൽഡിഹൈഡ് എടുത്തു, അതുപോലെ തന്നെ കൈറാൽ ആയിട്ടുള്ള ഒരു ഇനോലൈറ്റ് എടുത്തു. സോ ഇതാണ് നമ്മുടെ ഇനോലൈറ്റ് എന്ന് പറയുന്നത്, ഇതാണ് അതിലെ കൈറാൽ പാർട്ട് എന്ന് പറയുന്നത്, ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എസ്. സോ നമ്മൾ പറഞ്ഞു എസും എസ് ആണെങ്കിൽ മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് പ്രോഡക്റ്റ് കിട്ടുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ദാറ്റ് ഈസ് CH3 നമ്മൾ വെഡ്ജ് തന്നെയാണ് കാണിക്കുക. ഓക്കെ, ഇത് ഓൾറെഡി ഉള്ള കൈറൽ സെന്റർ ആണ്. ഓക്കെ, ഇതും അതുപോലെ തന്നെ ഓൾറെഡി അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന കൈറൽ സെന്റർ ആണ്. അപ്പൊ അതിൽ നമ്മൾ മാറ്റം വരുത്തൂല. ഇത് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്കറിയാം പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത് സിൻ ആയിട്ടാണ്, നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, സിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് നമുക്ക് ഫോം ചെയ്യുന്നത്. ആൻഡ് ആ സിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇവിടെ എന്താണ്, Z ഇനോലൈറ്റ് ആണ് ഫോം ചെയ്യുക, ആൻഡ് സിൻ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുന്നത് നമ്മൾ നേരത്തെ കണ്ടു. അപ്പൊ സിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് CH3OH വെഡ്ജ് ഡാഷിൽ വരാം, ആൻഡ് CH3OH വെഡ്ജിൽ വരാം. സോ ഇവിടെ CH3OH ഡാഷിൽ വന്നാൽ നമ്മൾ അതിനെ 2,3 സിൻ, 2ഉം 3ഉം സിൻ ആണ്, പക്ഷെ 3,4 ആന്റി ആണ്. ഓക്കെ, 3,4 ആന്റി എന്നാ പറയാം. ആൻഡ് 89% നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് ആ പ്രോഡക്റ്റ് ആണ് ഫോം ചെയ്യുക. ഇനി CH3OH കൂടെ വെഡ്ജിൽ വരുന്ന കേസും പോസിബിൾ ആണ്, അതും സിൻ ആണല്ലോ. ഓക്കെ, അപ്പൊ CH3OH വെഡ്ജിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ 2,3 സിൻ, ഓക്കെ ഇവിടെ വെഡ്ജിലാണ്, അപ്പൊ അതിനെ നമ്മൾ 2,3 സിൻ എന്ന് പറയും. ദെൻ 3,4ഉം എന്താണ്, സിൻ തന്നെയാണ്. അപ്പൊ 2,3 സിൻ 3,4 സിൻ, അത് 11% ആണ് ഫോം ചെയ്യുക. അപ്പൊ ഇതാണ് 89% ഫോം ചെയ്തിട്ടുള്ളത്. ഇതാണ് മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് മിസ്മാച്ച്ഡിന്റെ ഒരു എക്സാമ്പിളും കൂടെ നോക്കാം. മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷന്റെ എക്സാമ്പിൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത എസ് ആൽഡിഹൈഡ് തന്നെയാണ് യൂസ് ചെയ്തത്. പക്ഷെ ഇവിടെ നമ്മൾ CH3ന്റെയും PHന്റെയും സ്പേഷ്യൽ ഓറിയന്റേഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. ദാറ്റ് ഈസ് നമുക്ക് 6 ഐസോമർ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോഴും നമുക്കറിയാം സിൻ പ്രോഡക്റ്റ് തന്നെയാണ് ഫോം ചെയ്യുക. ഓക്കെ, നമുക്ക് ട്രാൻസിഷൻ സ്റ്റേറ്റ് കഴിഞ്ഞാൽ നമുക്ക് Z ഇനോലൈറ്റ് ആണ് ഫോം ചെയ്യുക, ആൻഡ് നമ്മുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് സിൻ പ്രോഡക്റ്റ് നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, Z ഇനോലൈറ്റ് ആണ് ഫേവർ ചെയ്യുന്നത്, Z ഇനോലൈറ്റ് എന്ന് സിൻ പ്രോഡക്റ്റ് ആണ് നമുക്ക് കിട്ടുക. അപ്പൊ Z ഇനോലൈറ്റ് ആണ് നമുക്ക് സിൻ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നമ്മൾ ചൂസ് ചെയ്ത ഇനോലൈറ്റ് Z ഇനോലൈറ്റ് ആണ്, ആൻഡ് നമുക്ക് അപ്പൊ കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സിൻ പ്രോഡക്റ്റ് ആണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ 40% മാത്രമാണ് നമുക്ക് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. നേരത്തെ നമുക്ക് 89% ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റി, കാരണം അവിടെ 2 കമ്പോണൻസും എന്ത് ചെയ്യാണ്, ഒരേ സ്റ്റീരിയോ സെലക്ടിവിറ്റിയിൽ കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, രണ്ടും ഒരേ ഡയറക്ഷനിലേക്കാണ് ഫേവർ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷനിൽ രണ്ടും 2 പ്രോഡക്റ്റ് ആണ് ഇവിടെ ഫേവർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ എക്സാമ്പിളിൽ അവിടെ ആൽഡിഹൈഡും ഇനോലൈറ്റും പരസ്പരം കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് സെലക്ടിവിറ്റിയിൽ, പക്ഷെ ഇവിടെ രണ്ടുപേരും കോപ്പറേറ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമുക്ക് മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ ആണ്, ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റി കുറവാണ്. അതാണ് നമുക്ക് ഇതിന്ന് മനസ്സിലായിട്ടുള്ള കാര്യം. ഓക്കെ, നമ്മൾ പറയുന്നത് R ഇനോലൈറ്റും R ആൽഡിഹൈഡും ആണെങ്കിൽ ഹയർ ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റിയും, ആൻഡ് R ഇനോലൈറ്റും S ആൽഡിഹൈഡ് അല്ലെങ്കിൽ തിരിച്ചാണെങ്കിൽ ലോവർ ഡയാസ്റ്റീരിയോ സെലക്ടിവിറ്റിയും ആയിരിക്കും ഉണ്ടാവുക. ഇനി സ്റ്റീരിയോകെമിക്കലി കോപ്പറേറ്റീവ് റിയാക്ടന്റ് റിയാക്ട് ഫാസ്റ്റർ ദാൻ സ്റ്റീരിയോകെമിക്കലി നോൺ കോപ്പറേറ്റീവ് റിയാക്ടന്റ്. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ഇനോലേറ്റും ആൽഡിഹൈഡുമാണ് റിയാക്ട് ചെയ്യുന്നത്, ഇനോലേറ്റും ആൽഡിഹൈഡും. അപ്പൊ സ്റ്റീരിയോകെമിക്കലി കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിയാക്ടന്റ് എന്ന് പറഞ്ഞാൽ R+R അല്ലെങ്കിൽ S+S കോമ്പിനേഷൻ ആണ്. ഇനി സ്റ്റീരിയോകെമിക്കലി നോൺ കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിയാക്ടന്റ് എന്ന് പറഞ്ഞാൽ R+S അല്ലെങ്കിൽ S+R കോമ്പിനേഷൻ ആണ്. അപ്പൊ സ്റ്റീരിയോകെമിക്കലി കോപ്പറേറ്റീവ് റിയാക്ടന്റ് ആണ് ഫാസ്റ്റർ റേറ്റിൽ റിയാക്ട് ചെയ്യുക. If racemic aldehyde is allowed to react with racemic enolite, aldol reaction would occur almost exclusively between R and S components. അതായത് റെസിമിക് ആൽഡിഹൈഡ് എടുക്കുക. റെസിമിക് ആൽഡിഹൈഡ് എന്ന് പറഞ്ഞാൽ 50% ആറും 50% എസും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ആൽഡിഹൈഡ് റെസിമിക് ആൽഡിഹൈഡ് എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ റെസിമിക് ഇനോലൈറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 50% ആറും ആൻഡ് 50% എസും ആണ് ഉണ്ടാവുക ഇനോലൈറ്റ്. ഓക്കെ, അങ്ങനെ ഇത് രണ്ടും കൂടെ നമ്മൾ മിക്സ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ എന്താ നടക്കുക, if racemic aldehyde is allowed to react with the racemic enolite, aldol reaction would occur almost exclusively between R and S component. നേരത്തെ നമ്മൾ പറഞ്ഞു സ്റ്റീരിയോകെമിക്കലി കോപ്പറേറ്റീവ് റിയാക്ടന്റ് ആണ് ഫാസ്റ്റർ റേറ്റിൽ റിയാക്ട് ചെയ്യുക. സോ ആറുമായിട്ടും
അതുപോലെ തന്നെ എസുമായിട്ടും ആയിരിക്കും ഇവിടെ റിയാക്ട് ചെയ്യുക. വെരി ലിറ്റിൽ ഓഫ് ക്രോസ് ആൽഡോൾ റിയാക്ഷൻ കൂടെ ഒക്കർ. ക്രോസ് ആൽഡോൾ റിയാക്ഷൻ ഒക്കർ ചെയ്യാൻ പോസിബിലിറ്റി ഇവിടെ കുറവാണ്. അപ്പൊ നമ്മൾ പറയും ഇവിടെ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തത് മ്യൂച്വൽ കൈനറ്റിക് എനാൻഷ്യോ സെലക്ടിവിറ്റി വഴിയാണെന്ന് പറയും. മ്യൂച്വൽ കൈനറ്റിക് എനാൻഷ്യോ സെലക്ടിവിറ്റി വഴിയാണ് ഇവിടെ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തതെന്ന് പറയും. സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മുടെ ചാപ്റ്റർ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാറ്റലിസ്റ്റ് കൺട്രോൾഡ് അസിമെട്രിക് സിന്തസിസ് ആയിരുന്നു നോക്കിയേ. നമ്മൾ 2 എക്സാമ്പിൾസ് കണ്ടു. ഷാർപ്പ്ലെസ് അസിമെട്രിക് എപ്പോക്സിഡേഷനും അതിലെ പ്രോഡക്റ്റ് എങ്ങനെയാണ് പ്രൊഡിക്ട് ചെയ്യുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഷാർപ്പ്ലെസ് അസിമെട്രിക് ഡൈഹൈഡ്രോക്സിഡേഷനും അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെയാണ് എഴുതാന്നുള്ളതും നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ അസിമെട്രിക് ആൽഡോൾ റിയാക്ഷൻ ആണ് പറഞ്ഞത്. നോർമലി നമ്മൾ ആൽഡോൾ റിയാക്ഷൻ നടത്തുമ്പോൾ നമുക്ക് 4 സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ ഡയാസ്റ്റീരിയോ സെലക്റ്റീവ് ആയിട്ട് എങ്ങനെ റിയാക്ഷൻ നടത്താം എന്നാണ് നോക്കിയത്. നമ്മളിവിടെ ഓക്സിലറി കൺട്രോൾഡ് ആയിട്ടാണ് നമ്മൾ ആൽഡോൾ റിയാക്ഷൻ നടത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മളിവിടെ ഇനോലൈറ്റ് ആണ്, ഇവാൻസ് ഓക്സിലറി ആണ് നമ്മളിവിടെ ഇനോലൈറ്റ് ആയിട്ട് യൂസ് ചെയ്തത്. ദാറ്റ് ഇസ് ഒരു കൈറൽ ആയിട്ടുള്ള ഇനോലൈറ്റ്. ആ ഇനോലൈറ്റ് സെഡ് ഓറിയന്റേഷൻ ആയിരിക്കും ഫേവർ ചെയ്യുക. ദാറ്റ് ഇസ് സെഡ് ഇനോലൈറ്റ് ആയിരിക്കും അവിടെ ഫേവർ ചെയ്യുക. കാരണം ഓക്സിലറിന്റെ സ്റ്റെറിക് ഫാക്ടേഴ്സ് കൊണ്ടാണ്. നമ്മൾ അങ്ങനെ ഒരു പ്രോഡക്റ്റ് കിട്ടി. അപ്പൊ ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു ചെയർ ലൈക്ക് ആയിട്ടുള്ള ഒരു സൈക്ലിക് ട്രാൻസിഷൻ സ്റ്റേറ്റ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സിമർമാൻ ട്രാക്സ്ലർ മോഡൽ കണ്ടു. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്കൊരു റിയാക്ഷനിൽ സെഡ് ഇനോലൈറ്റും ഇ ഇനോലൈറ്റും പോസിബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇ ഇനോലൈറ്റ് എപ്പോഴും ആന്റി പ്രൊഡക്റ്റും സെഡ് ഇനോലൈറ്റ് എപ്പോഴും സിൻ പ്രോഡക്റ്റും ആണ് വരിക. അപ്പൊ അതിന് കാരണം നമ്മൾ അവിടെ ഇ ഇനോലൈറ്റ് ആയിക്കോട്ടെ സെഡ് ഇനോലൈറ്റ് ആയിക്കോട്ടെ നമുക്ക് 2 പ്രൊഡക്റ്റും പോസിബിളാ, ആന്റിയും സിന്നും പോസിബിളാ. പക്ഷേ അവിടെ ഇ ഇനോലൈറ്റ് എപ്പോഴും ആന്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് തരിക. കാരണം സിൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ സ്റ്റെറിക്കലി ഫേവേർഡ് അല്ല. അതുപോലെ തന്നെ സെഡ് ഇനോലൈറ്റ് എപ്പോഴും സിൻ പ്രോഡക്റ്റ് ആണ് തരിക. കാരണം ആന്റി പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ട്രാൻസിഷൻ സ്റ്റേറ്റിൽ സ്റ്റെറിക്കലി ഫേവറബിൾ അല്ല. ദെൻ നമ്മൾ ഡബിൾ ഡയാസ്റ്റീരിയോ സെലക്ഷൻ കണ്ടു, മാച്ച്ഡ് ആൻഡ് മിസ്മാച്ച്ഡ് ആൽഡോൾ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഇനോലൈറ്റും അതുപോലെ തന്നെ ആൽഡിഹൈഡും രണ്ടും ഓൾറെഡി കൈറാലാണ്. ആൻഡ് ഇവര് നമ്മുടെ മോളിക്യൂളിൽ ഇനി ഉണ്ടാവുന്ന ആൽഡോൾ റിയാക്ഷൻ കഴിഞ്ഞിട്ടുണ്ടാവുന്ന 2 കൈറൽ സെന്റേഴ്സിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി എങ്ങനെയാണെന്ന് ഡിറ്റർമൈൻ ചെയ്യാണ്. അപ്പൊ രണ്ടും കോപ്പറേറ്റ് ചെയ്യാം, കോപ്പറേറ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, കോപ്പറേറ്റ് ചെയ്താൽ നമ്മൾ അതിനെ മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ എന്നും മറ്റ് കോപ്പറേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ എന്നും പറയുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞു ആർ ഇനോലൈറ്റും ആർ ആൽഡിഹൈഡും ആണെങ്കിലാണ് അവിടെ മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ. അതുപോലെ തന്നെ എസ് ഇനോലൈറ്റും എസ് ആൽഡിഹൈഡും ആണെങ്കിൽ അവിടെ മിസ്മാച്ച്ഡ് ആൽഡോൾ റിയാക്ഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, റെസിമിക് മിക്സ്ചർ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എന്താണ്, ക്രോസ്ഡ് ആൽഡോൾ റിയാക്ഷൻ ഒക്കർ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ് എന്ന് പറയാൻ പറ്റും. അതിന് കാരണം എന്താ, സ്റ്റീരിയോ കെമിക്കലി കോപ്പറേറ്റീവ് ആയിട്ടുള്ള റിയാക്ടൻസ് റിയാക്ട് ഫാസ്റ്റർ ദാൻ സ്റ്റീരിയോ കെമിക്കലി നോൺ കോപ്പറേറ്റീവ് റിയാക്ടൻ. അപ്പൊ നമ്മൾ ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്തത് മ്യൂച്വൽ കൈനറ്റിക് എനാൻഷ്യോ സെലക്ടിവിറ്റി വഴിയാണെന്ന് പറയും. സോ ഇത്രയാണ് ഈ ചാപ്റ്റർ. അപ്പം നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്.